അധ്യാപകർ തങ്ങളുടെ കയ്യിലെ ഉത്തരസൂചിക വെച്ച് കുട്ടികൾ എഴുതിയതിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുന്നതാണ് മൂല്യനിർണ്ണയത്തിന്റെ തുടർന്നു വരുന്ന രീതികളിലൊന്ന്. സെയിന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ മൂല്യനിർണ്ണയം ഒരു പഠന പ്രവർത്തനമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. പരസ്പരം നടത്തുന്ന മൂല്യനിർണ്ണയത്തിലൂടെ തങ്ങൾ എഴുതിയ തെറ്റുകൾ മനസ്സിലാക്കുവാനും അത് തിരുത്തുവാനുമുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് സ്വാഗതം ചെയ്യാം സെയിന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വേദിയിലേക്ക്. ഇനി സെയിന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. 1793 മലബാറുകാർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട യൂറോപ്യൻ സ്കൂളാണ് കാലോചിതമായ ഏറെ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും വിധേയമായി ഇന്ന് കാണുന്ന ഈ മനോഹര വിദ്യാലയമായി ഉയർന്നിരിക്കുന്നത്. 1878 ഇപ്പോഴത്തെ നടത്തിപ്പുകാരായ ഈശോസഭക്കാർ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. 1998 സ്കൂളിനോടൊത്ത് ഹയർ സെക്കൻഡറി വിഭാഗം ചേർക്കപ്പെട്ടു. സ്കൂളിന്റെ അകത്തളങ്ങളിലേക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും മികവുകളിലേക്കും നിങ്ങളുടെ കണ്ണുകളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ ഇന്ന് പാനലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൗതിക സൗകര്യങ്ങളുടെ മാക്സിമം യൂട്ടിലൈസേഷൻ, പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം സ്കൂളിൻ്റെ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് ഉണ്ടായിരിക്കുന്ന നേട്ടം. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയണം. ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മുടെ ജൂറി അംഗങ്ങൾ തയ്യാറായിട്ടുണ്ട്. ആദ്യമായിട്ട് അക്ബർ മാഷ്. ഈ ഹരിത വിദ്യാലയത്തിൽ ഞങ്ങൾ പല കുട്ടികളെയും നേരിട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളൊരു സിനിമ സീരിയൽ താരത്തെ ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഹലോ കുട്ടിച്ചാത്തൻ, വല്ല സൂത്രപ്പണിയുമായിട്ടാണോ വന്നിരിക്കുന്നത് ഹരിത വിദ്യാലയത്തിലേക്ക്? അല്ല, ഇവിടെ അങ്ങനെ സൂത്രപ്പണികളൊന്നും യേശുലാന്ന് മനസ്സിലായി. ആണല്ലേ? അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ? പഠിത്തമൊക്കെ എങ്ങനെ ഉഷാറായി പോകുന്നുണ്ടോ? ആ, പഠിത്തം നന്നായിട്ട് പോകുന്നുണ്ട്. ഉണ്ടല്ലേ? ശരിയാണോ മാഷേ? നന്നായി പഠിക്കുന്നുണ്ടോ? പഠനത്തിനും മോശമല്ല, നല്ല ഉന്നത നിലവാരമുണ്ട്. നല്ല നിലവാരമുണ്ട്. നിലവാരം ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഈ ജ്ഞാനപീഠം നേടിയ ആർക്കാ കേരളത്തിൽ ആദ്യമായിട്ട്? ശ്രീ ജി ശങ്കരക്കുറുപ്പ്. ശങ്കരക്കുറുപ്പിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? അല്ല, പിന്നെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? പിന്നെ ഇപ്പൊ അവസാനമായിട്ട് ശ്രീ ONV കുറുപ്പിനാണ് ലഭിച്ചത്. അതിന്റെ ഇടയിലൊക്കെയോ? അതിന്റെ ഇടയിൽ സാർ കുറച്ചു പേർക്ക് കിട്ടിയിട്ടുണ്ട് സാർ, അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോ ശങ്കരക്കുറുപ്പിന്റെ വരികളൊക്കെ അറിയാവോ? സാർ 1-2 വരികളൊക്കെ അറിയാം. അതെ, ഈ ശങ്കരക്കുറുപ്പ് ചിലപ്പോ വളരെ കുറച്ച് കടുപ്പത്തിലും അതുപോലെ തന്നെ വളരെ അപൂർവമായിട്ട് വളരെ ലളിതമായിട്ട് എഴുതാറുണ്ട്. എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ലളിതമായിട്ടെന്ന് പറഞ്ഞാല് വാകുരുവി വരുകുരുവി വാഴക്കൈമേലിരിക്കുരുവി, അത് അദ്ദേഹത്തിന്റെ വളരെ ലളിതമായൊരു കവിതയാണ്. അതുപോലെ തന്നെ കഠിനമായിട്ട് പറയുകയാണെങ്കിൽ കരളിൻ ചക്രവാളത്തിൽ കാണായനുശയം സ്വയം അന്ധമാ മസ്തശൈലത്തിൽ അമ്പിളിക്കല പോലവേ. ഇത് ഗാന്ധിജിയുടെ ശവകുടീരത്തിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ്. മിടുക്കൻ. ഋഷിദാസ്, ഈ ആൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളല്ലേ ഇത്? അതെ. അപ്പോ പഠിത്തത്തിനൊക്കെ പെൺകുട്ടികൾ കൂടി ഉണ്ടാകുന്നത് ഒരു ഉഷാറല്ലേ? സാർ, അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ആണോ? ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് വന്ന ഒരു കുട്ടി പറഞ്ഞു, സാർ ഞങ്ങളുടെ സ്കൂളിൽ പെൺകുട്ടികളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ? തീർച്ചയായും സാർ, ഒരു മതിലിന്റെ വ്യത്യാസത്തിൽ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂൾ കണ്ടിട്ടായിരിക്കോ വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എഴുതിയത്? ആയിരിക്കോ സാർ? അത് ജയിലിന്റെ മതിലാണല്ലോ സാർ, പുറത്ത് കിടക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് സുഖമായിട്ട് കിടക്കാം സാർ. കിടക്കാം. ബോളൊക്കെ പോയാൽ ചാടാറുണ്ട് അല്ലേ? ഗുഡ്. അപ്പൊ നിങ്ങളെല്ലാരും മത്സരിക്കാൻ തന്നെ വന്നിരിക്കുക അല്ലേ? പിന്നെ
മലയാളം എടുക്കുന്ന ആരാ വന്നിട്ടുള്ളത്? ഇപ്പം എങ്ങനെയാ കുട്ടികളെ സന്ധിയും സമാസവും ഒക്കെ പഠിപ്പിക്കുന്നത്? അങ്ങനെ സന്ധി സമാസം എന്നുള്ള പേരിൽ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാറില്ല. എന്നാലും കുട്ടികൾക്ക് വ്യാകരണ ബോധം ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിയണമെങ്കിൽ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞ വാക്യം കൊടുത്തിട്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്ര കൂട്ടിച്ചേർക്കാൻ കുട്ടികളോട് പറയാറുണ്ട്. അപ്പോൾ അവർ കുറേ സമയം ആ പ്രവർത്തനം നടത്തിയിട്ട് ആ വാക്യത്തിനെ മറ്റൊരു വാക്യമാക്കി മാറ്റുകയും അതിൽ കുറേ വാക്കുകൾ ചേർത്തും മറ്റൊരു വാക്യമാക്കി മാറ്റാറുണ്ട് അവർ. അപ്പോൾ അങ്ങനെ ആ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ. സച്ചിൻ ദാസ്, എങ്ങനെയാണ് ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയത്? അത് ഞങ്ങൾ ഇന്റർവ്യൂ ആയിരുന്നു, സ്കൂളിൽ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം എന്താണ് അന്ന് മോന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്ന ദിവസം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്? അത് മാം ആദ്യം ഒരു ചെറിയ പ്രിലിമിനറി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നല്ല അത്യാവശ്യം മാർക്കുള്ളവരെ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം അതാണല്ലേ 100% രഹസ്യം. ഞങ്ങൾ അഡ്മിഷൻ അങ്ങനെ ഒരു ടെസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം കുട്ടികൾ അഡ്മിഷന് വേണ്ടി വരാനാണ്. പക്ഷേ ഒരു ക്രൈറ്റീരിയയും കൂടി വെക്കാറുണ്ട്. അതായത് നമ്മൾ കോഴിക്കോട് സിറ്റിയിലാണ്, പുതിയാപ്പ മേഖലയിലൊക്കെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുണ്ട്, അവരെ നമ്മൾ പരിഗണിക്കാറുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ ഉച്ചഭക്ഷണം എത്ര ശതമാനം മാറ്റി വെക്കാറുണ്ട്? ശതമാനമായിട്ടൊന്നും അങ്ങനെ വെക്കാറില്ല. പക്ഷേ പാവപ്പെട്ടവരെ വരുന്നവരെ നമ്മൾ പരിഗണിക്കും. കാരണം ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്ന 850 കുട്ടികളുണ്ട്. 1601 കുട്ടികളേ ഉള്ളൂ. അതിൽ 850 കുട്ടികളും ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ്. ഈ 9th 10th ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഇല്ല. എങ്കിൽ തന്നെ അവിടുന്ന് അർഹതപ്പെട്ട 200 കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന എത്ര കുട്ടികളുണ്ട്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന IED ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനത്തെ 5 കുട്ടികളേ ഉള്ളൂ. 5 കുട്ടികൾ. ഏതൊക്കെ ക്ലാസ്സുകളിലാണ് അവർ? അത് 3 പേര് 8th, 2 പേര് 6th സ്റ്റാൻഡേർഡ്. പ്രത്യേക പരിഗണന അർഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നവനീതല്ല, അഭിനവിന് മനസ്സിലായോ? എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത്, സഹപാഠികളെക്കുറിച്ച്? അവരെ അങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാര്യമില്ല. മാനസികമായോ ശാരീരികമായോ ചില വൈകല്യങ്ങൾ കൊണ്ട് പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവാം. അവരെ അങ്ങനെ ഉദ്ദേശിച്ചു തോന്നുന്നു. അത്രേ ഉള്ളൂ. അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട്. കാരണം അവർക്കും പഠിക്കാനും ഉള്ള അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ സമൂഹത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളെ സ്കൂള് സമൂഹത്തിനുണ്ടാക്കിയ ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ബീച്ച് സൈഡ് ഉള്ള ഒരു സ്കൂളാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ഒരു ദിവസം ആ ബീച്ച് ഭാഗത്ത്, ആ കടൽ തീരത്ത് വെച്ചിട്ടൊരു ഷോ ഉണ്ടായി. ആ ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒക്കെ കുമിഞ്ഞു കൂടുകയുണ്ടായി. അപ്പോൾ ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും NCCയുടെ നേതൃത്വത്തിൽ ഏത് സമയത്തായിരുന്നു, ഏത് മാസത്തിലായിരുന്നു? അത് കഴിഞ്ഞ കൊല്ലമായിരുന്നു, കഴിഞ്ഞ ചേട്ടന്മാരായിരുന്നു. ഞങ്ങൾ പോയിട്ട് അതിനുശേഷം ഈ വർഷം നിങ്ങളായിട്ടൊന്നും ചെയ്തില്ലേ? ഉണ്ട്, ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ ബീച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ ഈ 3 ദാസന്മാരോട് ഒരു ചോദ്യം ചോദിക്കാൻ പോകും. 3 പേര് ഉത്തരം പറയണം. ഈ ഒരു മതിലിനപ്പുറമുള്ള ആ ഗേൾസ് സ്കൂളിൽ ഉള്ളതും നിങ്ങൾക്കില്ലാത്തതുമായ എന്തെങ്കിലും കാര്യമുണ്ടോ? സ്കൂളിൽ ആ സ്കൂളിലുണ്ട്, നിങ്ങൾക്കില്ല എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? മാം, അവരുടെ സ്കൂളിൽ ബാൻഡ് ഉണ്ട്, അത് ഞങ്ങളുടെ സ്കൂളിലില്ല. പിന്നെ 3 ദാസന്മാരോട് എന്നോട് ഉത്തരം പറയണം. പിന്നെ അവിടെ ഉള്ളത് നിങ്ങളുടെ സ്കൂളിൽ ഇല്ലാത്തത് അവിടെ എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ടുണ്ടോ? സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. എന്നാലും സംസാരിക്കുമ്പം ഒരു മതിലിനപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുമ്പം ഇതൊക്കെ ചർച്ചാ വിഷയങ്ങളൊന്നും പറ്റില്ല മാം. ഞങ്ങളങ്ങനെ സംസാരിക്കാൻ വേണ്ടി മതില് നോക്കാറില്ല. അത് മതില് കുറെ ദൂരമുണ്ട്, ഒരു മതിലുണ്ടെന്നേ ഉള്ളൂ പേരിന്. പുറത്ത് ട്യൂഷന് പോകുമ്പോ കാണാറില്ലേ? ട്യൂഷന് പോകുമ്പോ ആ സ്കൂളിലെ കുട്ടികളായിട്ട് അത്ര ബന്ധമില്ല, മറ്റു സ്കൂളിലെ കുട്ടികളായിട്ട് ബന്ധമുണ്ട്. ആണോ? എന്നാൽ ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു നാട്ടറിവ് പോലെ പോലും അറിയില്ല? നാട്ടറിവേ ഉള്ളൂ. പെൺകുട്ടികൾക്കുള്ളതും ആൺകുട്ടികൾക്ക് ഇല്ലാത്തതായിട്ട്. പെൺകുട്ടികൾക്കുള്ളതും ആൺകുട്ടികൾ ഇല്ലാത്തതും അല്ല ഞാൻ ചോദിച്ചത്. പെൺകുട്ടികളുടെ സ്കൂളിലുള്ളതും നിങ്ങളുടെ സ്കൂളിൽ ഇല്ലാത്തതോ ചോദിച്ചത്. ഓ, അങ്ങനെയുള്ളതായിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. ഇല്ല. ആ സ്കൂളിലെല്ലാം നിങ്ങളുടെ സ്കൂളിലും ഉണ്ടോ? ഇവിടെ താഴത്തെ നിലയിലുണ്ടോ? സിനിമാതളം തൊട്ട് തുടങ്ങട്ടെ. അവരുടെ യൂണിഫോമും ഞങ്ങളുടെ യൂണിഫോമും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് വിട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്കൂളിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ?
വേറെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ രീതിയിലുള്ള ഈ പൂന്തോട്ടമൊക്കെ ശരിയാണ് പറഞ്ഞത്. നിങ്ങളുടെ സ്കൂളിൽ ഒരു പൂന്തോട്ടം ഇല്ല എന്നുള്ളത്, അതോ നിങ്ങളിങ്ങനെ താരങ്ങളെയൊക്കെ ഇറക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ പൂന്തോട്ടം വേണ്ടെന്ന് വിചാരിച്ചത്? ഇത്രയും നല്ലൊരു സ്കൂളിൽ പൂന്തോട്ടം ഇല്ലെന്ന് വായിച്ചപ്പോൾ വളരെ വിഷമം തോന്നി. ഞങ്ങൾ നഗരമധ്യത്തിലായതുകൊണ്ട് നഗരമധ്യത്തിലായതുകൊണ്ട് പൂച്ചെടികൾ വെച്ചുകൂടെ? അതിനനുസരിച്ച് സ്ഥലപരിമിതി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ച് പൂക്കളൊക്കെ, ഒരു പൂന്തോട്ടം ഇല്ലാത്ത സ്കൂളെന്ന് പറയാൻ അങ്ങോട്ട് ഭാവന ചെയ്യാൻ അങ്ങോട്ട് ഭാവനയിൽ പോലും വരുന്നില്ല. അങ്ങനെ 2 ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് നിങ്ങൾ എഴുതിയേക്കുന്ന വിവരം ഞാൻ ചോദിക്കും. ചെടിച്ചട്ടി ഇപ്പം ഉണ്ട്, പിന്നെ ചെറിയ പൂന്തോട്ടം ഇപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇതിനുണ്ട് ഞങ്ങളുടെ ആ പണി, മുറ്റത്തിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ ടോയ്ലറ്റ് ഒക്കെ, അപ്പൊ ഒരു ചെറിയൊരു സ്ഥലം കിട്ടി. ആ ചെറിയ സ്ഥലത്ത് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കി, ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അവിടെ ഒരു ഗണിത ശില്പശാല നടത്തി എന്ന് പറയുന്നുണ്ട്. അതിലെന്താണ് ചെയ്തതെന്ന് ആരെങ്കിലും പറയാമോ? അതിൽ പങ്കെടുത്തവരാരെങ്കിലും? ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഗണിത ശില്പശാല നടത്തിയിരുന്നു. അതിൽ ഗണിതത്തോട് അനുബന്ധിച്ചുള്ള ചാർട്ടുകൾ. മോൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്തായിരുന്നു? എനിക്കത് ഇഷ്ടപ്പെട്ട ഞാൻ പങ്കെടുത്തത് ജോമെട്രിക്കൽ ചാർട്ടിനായിരുന്നു. എന്തായിരുന്നു മോന്റെ ചാർട്ട്? എൻ്റെ ഒരു വൃത്തങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നതായിരുന്നു. വൃത്തത്തിന്റെ പരപ്പളവ് എങ്ങനെയാ പഠിപ്പിച്ചത്? സർക്കിളിന്റെ ഏരിയ ആയിട്ടില്ല. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമോ ഋഷിദാസ്? സർക്കിളിന്റെ ഏരിയ സാർ അങ്ങനെ പ്രത്യേകം പ്രവർത്തനങ്ങളൊന്നും വെച്ചല്ല പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെയാ പഠിപ്പിച്ചത്? സാർ അത് ക്ലാസ്സിൽ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു ഫാദറാണ് എടുക്കുന്നത്. അദ്ദേഹം നേരിട്ട് വരും, എന്നിട്ട് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച്. അല്ല, ഈ വൃത്തത്തിന്റെ വിസ്തീർണം, അതിന്റെ ഫോർമുല അറിയാലോ അല്ലേ? എന്താണ് 2πr? 2πr എന്ന് പറഞ്ഞാൽ ഏരിയ ആണോ? ഏരിയ. അത് വേറെ ആരെങ്കിലും, അത് 10ാം ക്ലാസ്സുകാർ വേറെ ആരെങ്കിലും ഉണ്ടോ? പൈആർ സ്ക്വയർഡാണ്. പൈആർ സ്ക്വയർഡ്. അപ്പോൾ അത് അങ്ങനെ ഫോർമുലയായിട്ടാണ് പഠിച്ചത് ഇല്ലേ? അതുകൊണ്ടാണ് അത് ഈ ട്രയാങ്കിളിന്റെ. മോൻ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം? അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവിൽ നിന്ന് വൃത്തത്തിലേക്ക് എങ്ങനെ എത്താമെന്നൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. എന്നിട്ടൊരു പഠന പ്രവർത്തനം ഉണ്ടാക്കണം. നല്ല രസമായിരിക്കും. അങ്ങനെയാണ് ഭാസ്കരാചാര്യർ ചെയ്തത് കേട്ടോ. ശരി. നമ്മുടെ ഒരു മാനസികാവസ്ഥയിൽ, സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിൽ ഇപ്പോൾ വേറൊന്ന് ചിന്തിച്ചാൽ, വീട്ടിൽ അച്ഛൻ, അമ്മ, പെങ്ങൾ, ആങ്ങൾ അല്ലേ, സഹോദരർ, എല്ലാവരും ചേർന്നല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു വിഭാഗം ഇല്ലാത്തൊരു വീട് എന്ന് വിചാരിക്കുക. എല്ലാവരും ഉള്ളൊരു വീട് വ്യത്യാസമല്ലേ? തീർച്ചയായും വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം സ്കൂൾ തലത്തിൽ സങ്കല്പിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. കോഴിക്കോടിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാണ്, ടൗണിൻ്റെ ആയിക്കോട്ടെ, ഒരു ലാൻഡ്മാർക്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാണ്? ഒരു മെയിൻ സ്ഥലമാണ്. ഒരു മെയിൻ സ്ഥലം, പെട്ടെന്നുള്ള ഒരു അട്രാക്ഷൻ എന്തിലാണ് ആ കോഴിക്കോടിന്? മാനാഞ്ചിറ തന്നെയാണ് അല്ലേ? മാനാഞ്ചിറയാണ്. എന്താ ഈ മാനാഞ്ചിറ എന്നുള്ള പേരെന്താണ്? മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ എന്താ? മാനാഞ്ചിറ എന്ന് പറഞ്ഞാല് അത് എന്താണ് ആ പേര് മാത്രം പറഞ്ഞാൽ മതി. പേരെങ്ങനെ വന്നു? പേരിന്റെ അർത്ഥം അറിയില്ല സാർ. അറിയില്ല. മാനവേദൻ ചിറ എന്നുള്ള സാമൂതിരി രാജാവിന്റെ പേരാണ് മാനവേദൻ. ഇനി സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സെയിന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 92 out of 100.